പ്രേമലേട്ടാ, ഇന്ത്യ ലോകശക്തിയാകുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്? പല കാരണങ്ങളുണ്ട്. ഇന്ത്യ സ്വാഭാവികമായും സാമ്പത്തിക പുരോഗതിയുള്ള ഒരു രാഷ്ട്രമാണ്. സൈനിക ബലത്തിലും ഒട്ടും മോശമല്ല. പക്ഷേ ഇനിയുള്ള കാലം എന്ന് പറയുന്നത് നമ്മൾ ഈ ബഹിരാകാശത്ത് എന്ത് നമ്മൾ ചെയ്യുന്നു അതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങളിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും റഷ്യയും ഇസ്രയേലും അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ ഈ ചാര ഉപഗ്രഹങ്ങൾ ഒരു വലിയ ഘടകമാണ്. അവർ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന മേധാവിത്വത്തിൻ്റെ പ്രധാന കാരണം അതിന് ചാര ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ അവർ ലക്ഷ്യം വെക്കുന്ന രാജ്യങ്ങളുടെ ഏത് അതീവ രഹസ്യ സ്വഭാവമുള്ള സംഗതിയും ചാര ഉപഗ്രഹങ്ങൾ വഴി ക്യാമറയിൽ നിരീക്ഷിച്ച് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ഇസ്രയേൽ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ അത്തരത്തിൽ ബഹിരാകാശ രംഗത്ത് വൻ കുതിപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികളുമായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ്. നിലവിൽ ഉറപ്പായും ബഹിരാകാശത്തെ നമ്പർ 1 രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ്. പ്രത്യേകിച്ച് നാസ, അതേപോലെ തന്നെ ഇലോൺ മസ്കിൻ്റെ സ്ഥാപനമായ സ്പേസ് എക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവനയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയാണ് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ശക്തി. അത് കഴിഞ്ഞാൽ പിന്നെ റഷ്യ, അതേപോലെ ചൈന, ഇവരൊക്കെ ബഹിരാകാശ രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്ന രാഷ്ട്രമാണ്. അവരുടെ അതേ പാതയിൽ, എന്നാൽ അവരെക്കാളിൽ വേഗതയിൽ, അവരെക്കാൾ ചെലവ് കുറഞ്ഞ് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ ISRO തുടക്കമിട്ടേക്കുന്നത്. കൃത്യം പറഞ്ഞാൽ 2047 ഇന്ത്യ ലോക ബഹിരാകാശത്ത് ഇന്ത്യ ഒന്നാമതെത്തും, അല്ലെങ്കിൽ അതിൻ്റെ സ്പേസ് ലീഡർ ഇന്ത്യ ആയിരിക്കും. 2047 സ്പേസ് ലീഡർ എന്നാണ് ISRO കണക്ക് കൂട്ടുന്നത്. അതിന് കൃത്യമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ റെക്കോർഡ് ഇപ്പോൾ അമേരിക്ക, ചൈന, റഷ്യ പോലെയുള്ള വൻശക്തി രാഷ്ട്രങ്ങൾക്ക് സാധ്യമായ ഒരു സംഗതിയാണ് ഇന്ത്യ സാധ്യമാക്കിയത്. അതും വെറും ഏതാണ്ട് 660 കോടി രൂപ ചെലവ് മാത്രമേ ഇന്ത്യക്ക് ഉണ്ടായുള്ളൂ. കൃത്യമായി ഇവിടുന്ന് കണക്കാക്കിയാൽ ഏതാണ്ട് ഓട്ടോറിക്ഷ കൂലി മാത്രമാണ് ഇവിടുന്ന് ഇന്ത്യ ചന്ദ്രനിൽ പോയതിന് ചെലവായതെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു തമാശയല്ല, വാസ്തവം അത് തന്നെയാണ്. റഷ്യ ഏതാണ്ട് 16,000 കോടി മുടക്കിയിട്ട് ഒരു ദൗത്യം പരാജയപ്പെട്ടപ്പോഴാണ് ഇന്ത്യ 660 കോടി മുടക്കി ആ ദൗത്യം നേടിയെടുത്തത്. അപ്പോൾ അത് തമ്മിലുള്ള കമ്പാരിസൺ വെച്ചാണ് ഓട്ടോറിക്ഷ കൂലി എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അന്താരാഷ്ട്ര ദൗത്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഇന്ത്യ ഇപ്പോൾ ഗഗൻയാൻ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ നിർണായകമായ പരീക്ഷണം കഴിഞ്ഞ ദിവസം നടന്നു. അതായത് ഈ ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് സഞ്ചാരികളെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ യാത്രികരെ കൊണ്ടുപോവുക. നമ്മുടെ ശുഭാൻഷു ശുക്ല അടക്കമുള്ള 4 സംഘം ആണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഭൗമോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ ഉപരിയാണ് നമ്മുടെ ശൂന്യാകാശം ഉള്ളതെന്നാണ് നമ്മൾ കണക്കാക്കിയേക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു ബഹിരാകാശ പേടകം എത്തിക്കുക, അവിടെ കുറച്ച് മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുക, അതിനുശേഷം മടങ്ങി വരിക. തൽക്കാലം നമുക്ക് അവിടെ ബഹിരാകാശത്ത് തങ്ങാൻ ഇന്ത്യക്ക് ബഹിരാകാശ നിലയമില്ല. അപ്പോൾ ബഹിരാകാശ പേടകത്തിൽ എത്തിക്കുക, അതിനുശേഷം ആ പേടകം മടങ്ങിയെത്തുക. ആ പേടകത്തിനെ നമ്മൾ ക്യാപ്സൂൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ക്യാപ്സൂള് മടങ്ങി വരുമ്പോൾ റീ എൻട്രി എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. റീ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗമ മേഖലയിലേക്ക് കടന്നു വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, ഈ ആകർഷിക്കുമല്ലോ, ഭൂഗുരുത്വാകർഷണം. അപ്പോൾ അതിൻ്റെയും കൂടി ഫലമായിട്ട് അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഘർഷണം നിമിത്തം അമിതമായ ചൂട് വഹിക്കാൻ ഈ പേടകത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റീ എൻട്രിയുടെ സമയത്ത് അതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ പേടകം ഇങ്ങോട്ടേക്ക് എത്തി നമ്മുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്തിൽ പാരച്യൂട്ടുകൾ തുറക്കേണ്ടതുണ്ട്. അത് കൃത്യസമയത്ത് തുറന്ന് വളരെ പിന്നീട് നിയന്ത്രണ വിധേയമായിട്ടായിരിക്കും അതുവരെ ഒരു വെടിയുണ്ട കണക്കെ പാഞ്ഞു വന്ന ഈ ക്യാപ്സൂള് അല്ലെങ്കിൽ ഈ പേടകം, ഈ പാരച്യൂട്ടുകൾ നിവർന്നു കഴിയുമ്പോൾ വളരെ നിയന്ത്രിതമായിട്ടായിരിക്കും സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുക. ഏതെങ്കിലും മിക്കവാറും അത് നടത്തുക, അതൊന്ന് ലാൻഡ് ചെയ്യുക ഏതെങ്കിലും ജലോപരിതലത്തിലായിരിക്കും, ഒന്നെങ്കിൽ സമുദ്രത്തിലോ അല്ലെങ്കിൽ അതേപോലുള്ള ഭാഗത്തായിരിക്കും അത് ലാൻഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പാരച്യൂട്ടിൻ്റെ വിന്യാസം എങ്ങനെയായിരിക്കും എന്നുള്ള പരീക്ഷണം നമ്മുടെ ചിനൂക്ക് ഹെലികോപ്റ്റർ എന്ന 2 ഫാനുള്ള ഹെലികോപ്റ്റർ അത് ഉപയോഗിച്ച് നമ്മുടെ ISROയും അതേപോലെ ഇന്ത്യയുടെ വ്യോമസേനയും സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിൽ അത് വിജയകരമായി എന്നുള്ളത് കണ്ടെത്തി. ഇനി നമ്മൾ ഈ വർഷം ഡിസംബറിൽ തന്നെ
ആളില്ലാതെ ഈ പേടകം ശൂന്യാകാശത്തേക്ക് അയക്കാനായിട്ടുള്ള പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഉറപ്പായിട്ടും അത് ഇതുവരെയുള്ള പരീക്ഷണങ്ങളൊക്കെ വിജയിച്ച ഘട്ടത്തിൽ അതും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ആളില്ലാതെ ഈ പേടകം ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള പദ്ധതി അത് ഈ വരുന്ന ഡിസംബറിൽ അത് നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും സ്വാഭാവികമായി വിജയകരമാകും. പക്ഷേ നമ്മളിങ്ങനെ ആളില്ലാതെ ഈ പേടകം അയക്കുന്ന പരീക്ഷണം ഒന്നിലധികം തവണ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ നമ്മുടെ 4 സഞ്ചാരികളെ വെച്ചുകൊണ്ടുള്ള അതിൽ 3 പേർക്കാണ് ഈ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്യാൻ പറ്റുക, അതിനുള്ള കപ്പാസിറ്റിയാണ് ഉള്ളതെന്നാണ് അറിയുന്നത്. ഒരാൾ റിസർവ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ അതിൻ്റെ യഥാർത്ഥ തീയതി പിന്നീടായിരിക്കും അനൗൺസ് ചെയ്യുക. പക്ഷേ നമ്മൾ ആ ഒരു മിഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇനി അറിയാനുള്ളത് നമ്മുടെ സ്വന്തം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന് ഈ കാലപ്പഴക്കം ചെന്നതിന് ശേഷം അതിന് ബദൽ മാർഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പദ്ധതിയിൽ ഇന്ത്യ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് പരിമിതമായി മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യ ഏതാണ്ട് 550 കോടി രൂപ ചെലവഴിച്ചാണ് ആ ദൗത്യത്തിൻ്റെ ഭാഗമായത്. അപ്പോൾ ഇന്ത്യ ഒരു സ്വന്തമായൊരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ, അതിനെ ഈ പറയുന്ന പോലെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അത് 2035 അതിൻ്റെ പരിപാടികൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനും ശേഷം ഇന്ത്യ നമ്മുടെ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനായിട്ടുള്ള ദൗത്യങ്ങൾ അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ പോവുകയാണ്. 2040 അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ദൗത്യം ഇതുവരെ വിജയകരമാക്കി പൂർത്തിയാക്കിയത് അമേരിക്ക മാത്രമാണ്. ഏതാണ്ട് 16 ബഹിരാകാശ സഞ്ചാരികളെ അവർ പലപ്പോഴായിട്ട് അപ്പോളോ മിഷനുകൾ, പല അപ്പോളോ മിഷനുകളിലായിട്ട് ചന്ദ്രനിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം മറ്റ് രാഷ്ട്രങ്ങൾ ആരും തന്നെ ഈ ഒരു ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഒന്ന്, അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന അതീവ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. 2, ഭീമമായ സാമ്പത്തിക ചെലവുമാണ്. അപ്പോൾ ഇത് രണ്ടും പേറാൻ പറ്റുന്ന രാഷ്ട്രങ്ങൾ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാറുള്ളൂ. ഈ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ അത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ എന്തിനും പ്രാപ്തമായ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് ഉയരാൻ അത് വളരെ സഹായകരമാവും. കാര്യം മനുഷ്യനെ ചന്ദ്രനിൽ വരെ എത്തിച്ച രാഷ്ട്രം എന്ന സ്ഥിതിക്ക് മറ്റ് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇന്ത്യയെ സമീപിക്കാനോ ഇന്ത്യയുടെ സഹായം തേടാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സാങ്കേതിക വിദ്യ ആർജിക്കാനോ ഉള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബഹിരാകാശ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കും. വലിയ രീതിയിലുള്ള സമ്പത്ത് ആ രീതിയിൽ ഇന്ത്യക്ക് വരികയും ചെയ്യും. അപ്പോൾ 2040 ഇന്ത്യ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. അതിനുശേഷമായിരിക്കും 2047 കൂടിയാണ് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ശക്തി. അതിനുശേഷം 2047 ശേഷം അത് ഇന്ത്യയായി മാറും എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് നാസ ആയിരിക്കില്ല പിന്നീട് ആ സ്ഥാനത്തുണ്ടാവുക, ISRO ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് അത്രയും വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള അടിത്തറ ഉണ്ട്. കാരണം ഇത്രയും വലിയ ദൗത്യങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിൽ മറ്റുള്ള ഇപ്പം നാസയോ സ്പേസ് എക്സോ അവർ വലിയ വലിയ ദൗത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർ പൂർത്തീകരിച്ച ദൗത്യങ്ങളെക്കാൾ കൂടുതൽ പരാജയപ്പെട്ട ദൗത്യങ്ങളാണ്. പല പരീക്ഷണങ്ങളും 8 നിലയിൽ പൊട്ടിയ ചരിത്രമുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അത്തരം പരാജയങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, ചെലവും വളരെ കുറവാണ്. അതുമാത്രമല്ല തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ധാരാളമായി ഉപയോഗിക്കുന്ന രാഷ്ട്രം എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ ഒരു വേഗതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2047 എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം അത്ര വിദൂരമായിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും.